നമസ്കാരം. ജൂൺ 19 ഭാഗ്യം ലഭിക്കുന്ന നക്ഷത്രങ്ങൾ ആരെല്ലാം, എന്തൊക്കെയാണ് ഈ നക്ഷത്രങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നിവ സമ്പൂർണ്ണ ജ്യോതിഷ വിശകലന പ്രകാരം നമുക്ക് നോക്കാം. അതേസമയം ചില നക്ഷത്രങ്ങൾക്ക് ചില ദോഷഫലങ്ങൾ കൂടി ഇന്നേ ദിവസം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ജൂൺ 19 ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നുകൂടി നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നു. ഒപ്പം എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് അവർ ചെയ്യേണ്ടത്, പരിഹാര കർമ്മങ്ങളെ പറ്റി വിശദമായിട്ട് പറയുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ നൽകുന്ന നക്ഷത്രം ഏതൊക്കെയാണ് എന്നാണ് ആദ്യം നോക്കുന്നത്. ആദ്യത്തേത് അനിഴം നക്ഷത്രമാണ്. ജൂൺ 19 അനിഴം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ദിവസമാണ്. ഏറെ നാളായിട്ട് മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ആഗ്രഹങ്ങൾ സഫലമാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് അംഗീകാരവും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാർത്ത ലഭിക്കാം. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഇടപാടുകൾ ലഭിക്കാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം രൂപപ്പെടും. ഇവർ ചെയ്യേണ്ട കാര്യങ്ങള്: ജൂൺ 19 രാവിലെ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക, ക്ഷേത്രത്തിൽ പോവുക, നെയ്വിളക്ക് തെളിയിക്കുക. ക്ഷേത്രത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അന്നേ ദിവസം ചുവപ്പ് അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് വളരെ ഗുണം ചെയ്യും. പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള ദിവസമാണ് ജൂൺ 19. സാമ്പത്തിക നിക്ഷേപങ്ങളൊക്കെ നിങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റിയ ഒരു ദിവസം കൂടിയാണ് ജൂൺ 19. അടുത്തത് ഗുണഫലം നൽകുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാർക്കാണ്. ഭാഗ്യത്തിന്റെ ശക്തമായ പിന്തുണ ലഭിക്കുന്ന നക്ഷത്രങ്ങളിൽ ഒന്നാണ് ഉത്രട്ടാതി. ധനലാഭം, തൊഴിൽ പുരോഗതി, കുടുംബ സൗഖ്യം എന്നിവ ഇവർക്ക് ജൂൺ 19 അനുഭവപ്പെടും. മുൻപ് ചെയ്ത പരിശ്രമങ്ങളുടെ ഫലം ലഭിക്കുന്ന ഒരു ദിവസം കൂടിയാണ് അന്ന്. ഉദ്യോഗസ്ഥർക്കും സർക്കാർ ജോലിക്കാർക്കും പ്രത്യേക നേട്ടങ്ങൾ കൂടി അന്ന് ഉണ്ടാകും. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ: മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വിഷ്ണു സഹസ്രനാമ പാരായണം ചെയ്യുക, മുതിർന്നവരുടെ അനുഗ്രഹം അന്നേ ദിവസം വാങ്ങുക. പുതിയ കരാറുകളിലും ബിസിനസ് തീരുമാനങ്ങളിലുമൊക്കെ നന്നായി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റും. പുതിയ തുടക്കങ്ങൾക്കുള്ള ഒരു നല്ല ദിവസമാണ്. നിങ്ങൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും അന്ന്. അടുത്തത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് സന്തോഷവും അംഗീകാരവും ഒക്കെ ലഭിക്കുന്ന ദിവസമാണ് ജൂൺ 19. കലാ സാഹിത്യ രംഗത്തുള്ളവർക്ക് വലിയ അവസരങ്ങൾ ലഭിക്കാം. കുടുംബാംഗങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും നല്ല പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. മനസ്സിലെ ആശങ്കകൾ മാറി ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇവർക്ക്. ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ: മഹാലക്ഷ്മി ദേവിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, വെള്ളപ്പൂക്കൾ നിങ്ങൾ സമർപ്പിക്കുക, മധുര പലഹാരങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക. പ്രധാന തീരുമാനങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് എടുക്കാം. അപ്പം വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിലെ പുതിയ തുടക്കങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സമയം കൂടിയാണ് അന്ന്. അടുത്തത് തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്ന ഒരു ദിനമാണ്. ജോലി സ്ഥലത്ത് പ്രശംസ ലഭിക്കാനും സ്ഥാനക്കയറ്റ സാധ്യതകൾ തെളിയാനും ഒക്കെ ഇടയുണ്ട്. ഒപ്പം തന്നെ സാമ്പത്തികമായി ശക്തമായ പുരോഗതി ഉണ്ടാകും. വീടും വാഹനവും സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ ഒരു അനുകൂല തീരുമാനം എടുക്കാൻ ഈ ജൂൺ 19 നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ: ശ്രീ മഹാവിഷ്ണുവിനെ ആരാധിക്കുക അന്നേ ദിവസം, തുളസി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, രാവിലെ സൂര്യ നമസ്കാരം ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. പ്രധാന രേഖകളിലൊക്കെ ഒപ്പിടാൻ അനുയോജ്യമായിട്ടുള്ള ഒരു ദിനമാണ്. കുടുംബത്തോടൊപ്പം നിങ്ങൾക്ക് സമയം ചെലവഴിക്കാൻ പറ്റുന്ന പോസിറ്റീവായിട്ടുള്ള ഒരു ദിവസമാണ്. ഇനി ഇന്നേ ദിവസം ഈ ജൂൺ 19 എല്ലാവരും ചെയ്യാൻ പറ്റുന്ന ഒരു പൊതുപരിഹാരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. രാവിലെ കുളിച്ച ശേഷം നിങ്ങളെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക, ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കുക, പശുവിന് പുല്ലോ പഴമോ ഒക്കെ നൽകുന്നത് നിങ്ങളെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദോഷങ്ങളൊക്കെ മാറാൻ, ജൂൺ 19 നിങ്ങളെ സംബന്ധിച്ചുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ മാറാൻ നല്ലതാണ്. ദരിദ്രർക്ക് ഭക്ഷണം ദാനം ചെയ്യുക, മാതാപിതാക്കളുടെയൊക്കെ അനുഗ്രഹം വാങ്ങുക. ഓം നമോ നാരായണ അല്ലെങ്കിൽ ഓം നമഃശിവായ മന്ത്രജപം നിങ്ങൾക്ക് പറ്റാവുന്നിടത്തോളം അന്നേ ദിവസം ചെയ്യുക എന്നതാണ് ഏറ്റവും നല്ല ചില ഗുണഫലങ്ങൾ നിങ്ങൾക്ക് നേടിത്തരുന്ന കാര്യങ്ങളിലേക്ക് വഴിവെക്കുന്നത്. ഇനി
ജൂൺ 19 ചില നക്ഷത്രങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കുമ്പോൾ അതേസമയം ചില നക്ഷത്രക്കാർ കൂടുതൽ ജാഗ്രതയോടെയും ക്ഷമയോടെയും മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം കൂടി കാണുന്നുണ്ട്. ഇത് ഭയപ്പെടേണ്ട ഒരു സാഹചര്യമല്ല. മുൻകരുതലും പ്രാർത്ഥനയും ശരിയായ തീരുമാനങ്ങളും ഒക്കെ സ്വീകരിച്ചാൽ പല പ്രതികൂല ഫലങ്ങളും നമുക്ക് കുറയ്ക്കാൻ കഴിയും. ഇനി ജൂൺ 19 കൂടുതൽ ശ്രദ്ധിക്കേണ്ട നക്ഷത്രങ്ങളെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. അതിൽ ആദ്യത്തേത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ഈ ദിവസം സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകൾ വർദ്ധിക്കാനോ കയ്യിലുള്ള പണം അനാവശ്യ കാര്യങ്ങൾക്ക് ചെലവാകാനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ ജൂൺ 19 ഉണ്ടാകാം. സ്വന്തം അഭിപ്രായം മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കാതിരിക്കുക. ഒപ്പം ജോലി സ്ഥലത്ത് സഹപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ അമിത ക്ഷീണവും മാനസിക സമ്മർദ്ദവും ഒക്കെ അന്നേ ദിവസം നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഈ ജൂൺ 19 നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, വലിയ സാമ്പത്തിക തീരുമാനങ്ങളൊന്നും അന്ന് എടുക്കാതിരിക്കുക. തർക്കങ്ങളിലും വാഗ്വാദങ്ങളിലും ഒന്നും പോയിട്ട് ഏർപ്പെടരുത്. ആരെയും അമിതമായിട്ട് വിശ്വസിച്ച് നിങ്ങൾ അന്ന് പണം നൽകാതിരിക്കുക. ഇനി നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാനുള്ള ചില പരിഹാര മാർഗങ്ങൾ കൂടി നിർദ്ദേശിക്കാം. ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക എന്നതാണ് അതിലൊന്ന്. ഓം ഗം ഗണപതിയെ നമ എന്ന് 108 പ്രാവശ്യം നിങ്ങൾ ജപിക്കുക. ദരിദ്രരായ ആളുകൾക്ക് ഭക്ഷണം നൽകുക. ചുവന്ന പൂവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പൂജാമുറിയിലോ ഒക്കെ ചുവന്ന പൂവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അടുത്തത് ദോഷഫലങ്ങൾ നേരിടുന്ന ഒരു നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ഈ ചോതി നക്ഷത്രക്കാർക്ക് ആശയവിനിമയത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും സംസാരിക്കുമ്പോൾ കൂടുതൽ ക്ഷമ നിങ്ങൾ പാലിക്കണം. ജോലി സ്ഥലത്ത് ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെടാം. പ്രതീക്ഷിച്ച ഫലങ്ങൾ വൈകി ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. യാത്രകൾ ഉണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ഇന്നേ ദിവസം, അതായത് ജൂൺ 19 ഈ നക്ഷത്രക്കാർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ആവേശത്തിൽ ഒരു തീരുമാനവും നിങ്ങൾ എടുക്കരുത്. അനാവശ്യ യാത്രകൾ നിങ്ങൾ ഒഴിവാക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഈ ജൂൺ 19 നിങ്ങൾ ഇടപെടാതിരിക്കുക. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾക്കായിട്ടുള്ള ചില പരിഹാര മാർഗങ്ങൾ കൂടി നിർദ്ദേശിക്കാം. വിഷ്ണു സഹസ്രനാമ പാരായണം ചെയ്യുക. പക്ഷികൾക്ക് ധാന്യം നൽകുക. തുളസി ചെടിക്ക് ജലമൊഴിച്ച് പ്രാർത്ഥിക്കുക. ഒപ്പം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ വളരെയധികം ഉപകരിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ജോലിഭാരവും ഉത്തരവാദിത്വവും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഈ ജൂൺ 19. മനസ്സിൽ ഉത്കണ്ഠയും അസ്വസ്ഥതയും ഒക്കെ അനുഭവപ്പെടാം. ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. പ്രത്യേകിച്ച് ഉറക്കക്കുറവും തലവേദനയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷിച്ച ചില കാര്യങ്ങൾ വൈകാൻ ഇടയുണ്ടെങ്കിലും നിങ്ങൾ അത്ര അങ്ങ് നിരാശപ്പെടേണ്ട. പക്ഷെ ശ്രദ്ധിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ജൂൺ 19 നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ: കോപത്തിൽ ഒരു തീരുമാനവും നിങ്ങൾ എടുക്കരുത്. അമിത ജോലി നിങ്ങൾ ഏറ്റെടുക്കരുത്. ആരോഗ്യ പ്രശ്നങ്ങൾ അവഗണിക്കരുത്. ശരീരത്തിന് എന്തെങ്കിലും ക്ഷീണമോ എന്തെങ്കിലും പ്രശ്നമോ ഉണ്ടെങ്കിൽ ഒന്നും നിസ്സാരമായിട്ട് കാണരുത്. നിങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ, നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാനുള്ള പരിഹാര മാർഗങ്ങൾ: രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുക. സൂര്യദേവന് ജലാർപ്പണം നടത്തുന്നത് വളരെ നല്ലതാണ്. ആദിത്യ ഹൃദയം പാരായണം ചെയ്യുക. ചുവന്ന പഴങ്ങൾ നിങ്ങൾ ആളുകൾക്ക് ദാനം ചെയ്യുന്നതും വളരെ നല്ലതാണ്. അടുത്തത് ദോഷഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് മാനസിക സമ്മർദ്ദങ്ങളും ആശങ്കകളും വർദ്ധിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. കുടുംബകാര്യങ്ങളിൽ ക്ഷമ ആവശ്യമാണ്. മറ്റുള്ളവരുടെ വാക്കുകൾ തെറ്റായി മനസ്സിലാക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ധനകാര്യ ഇടപാടുകളിൽ കൂടുതൽ ജാഗ്രത വേണം. നിങ്ങൾ ഈ ജൂൺ 19 ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ പറയാം. കടം നൽകുകയോ കടം വാങ്ങുകയോ ചെയ്യരുത്. പ്രധാന കരാറുകളിൽ ഒപ്പിടുന്നത് നിങ്ങൾ മാറ്റിവെക്കുക. വൈകാരിക തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദോഷം ഫലം കുറയ്ക്കാനുള്ള ചില പരിഹാര മാർഗങ്ങൾ: ശിവക്ഷേത്ര ദർശനം നടത്തുക. ഓം നമഃശിവായ മന്ത്രം ജപിക്കുക. എള്ള് എണ്ണ വിളക്ക് തെളിയിക്കുക. ആവശ്യക്കാർക്ക് വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നതും വളരെ നല്ലതാണ്.
അപ്പോൾ ഇത്രയും നക്ഷത്രങ്ങളാണ് ജൂൺ 19-ാം തീയതി ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രങ്ങളും അതുപോലെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രങ്ങളും.